അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ അവലോസ് ഉണ്ടയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കൂട്ടാരെ. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, കിടക്കാച്ചാണ്. പിന്നെ എന്ന് പറഞ്ഞ പോലെ കൂട്ടാരെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ കൂട്ടാരെ പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞൂടാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാരെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം നമുക്കൊരു ജാർ എടുക്കണം. അതിനകത്തോട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ നമ്മൾ കഴുത്തിയെടുത്തതാണ്, തിരികെയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ഒരു 3-4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമുക്ക് ഇത് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് മീഡിയത്തിലോട്ടോ ലോ ഫ്ലെയിമിലോ മാറ്റിയിട്ട് നമുക്ക് നേരത്തെ മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്ത മാവുണ്ടല്ലോ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ഒപ്പിച്ചെടുക്കാം. മാവ് തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മാവ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പൊടി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാൻ പാടില്ല. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചൂടിനകത്ത് തന്നെ മാവൊന്ന് വെന്ത് കിട്ടണം. അതനുസരിച്ച് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി ഇച്ചിരി ജോലിയുണ്ട് ഈ സംഭവം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. മാവ് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കാവുന്നതാണ്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ക്യാഷ് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒന്ന് നമുക്ക് കടിക്കുമ്പോൾ ഒന്ന് കടി കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ മൊത്തം ഇളക്കിയതിന് ശേഷം എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ടൊന്ന് ചൂട് കാണും നോക്കി, ചൂട് കുറഞ്ഞിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ പുട്ടിന് മാവ് കുഴക്കത്തില്ലേ, അതേ കണക്കിന് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ശർക്കര പാനി ഒന്നും കൂടെ കുറച്ച് മധുരത്തിന് വേണമെങ്കിൽ ഒന്ന് ഉരുക്കി ഒഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് കറക്റ്റ് തന്നെയാണ്, നമ്മളത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഏത് പരുവത്തിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. എത്ര വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതണ്ട ഇതേപോലെ നമുക്കൊന്ന് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കൂട്ടുകാരെ.